ആരാ ആരാന്ന് ആരാന്ന് ചോദിച്ചില്ലേ? ഓ, കുഞ്ഞേപ്പള്ളിയും വാക്ക് പാലിച്ചോ? പെസഹായിക്ക് ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞു, വാക്ക് പാലിച്ചല്ലേ? ഇതാ നിൽക്കുക, കഥ തുറന്ന് ഞാൻ ഇറങ്ങി വരട്ടെ. ആ, ഇതെന്നാ കയ്യില്? മാൻഷൻ ഹൗസോ? ഇതെന്നാത്തിനാ? ഇവിടെ സാധനം എല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളെ ഞാൻ അംഗീകരിച്ച് തന്നേക്കുന്നു. നിങ്ങൾക്ക് ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് ഇത് മേടിച്ച് കഷ്ടപ്പെട്ടതും കാശ് കളഞ്ഞതും? എവിടെ എല്ലാ സ്കോച്ച്, യോണി വാക്കർ, ഹെൻഡസി, ടീച്ചേഴ്സ് എല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ അത്ര മുതിർന്ന് നോക്കുന്നില്ല. എന്നാലും ശരി, കയറിയിരിക്ക്. അളിയൻ വരൂന്ന് പറഞ്ഞതിനാൽ ഞാൻ ഹെന്നസി ഇച്ചിരി തരാൻ വേണ്ടി വെള്ളവും ഗ്ലാസും എടുത്തു വെച്ചേക്കായിരുന്നു. അത് നമുക്ക് ഈ ക്ലാസ്സിൽ ഊറ്റി ഈ ഇച്ചിരി കഴിക്കാം. ഇന്ന് അവിടെ കയറി ഇരിക്ക്. ചെരുപ്പ് ഊരി ഇല്ലേലും കുഴപ്പമില്ല. കയറി ഇരിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ജോയി സാറിനെയും കൂട്ടി ഭക്ഷണം നമുക്ക് കഴിക്കാം. ആയിക്കോട്ടെ, നമ്മുടെ വില. എന്നാ ഇരിക്കേ. എന്നാ കുഞ്ഞേ പളിയൻ തന്നെ അതങ്ങ് പൊട്ടിച്ച് ഒരു 60 എനിക്കും 60 അളിയനും അങ്ങ് ഊറ്റിക്കേ. ഒക്കെ ഊറ്റിക്കേ. എമ്മച്ചിന്റെ കുപ്പി തന്നെയാണ് വെള്ളവും. കണ്ടോ, ഇത് എത്ര മാച്ചിങ് ആയിപ്പോയി. എന്നിട്ട് വെള്ളം ഒഴിച്ചേ. എന്നാലും വാക്ക് പാലിച്ചു. നിങ്ങൾ വാക്കുള്ളവനാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ചത്. എന്നാ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാവോ? വെള്ളം ഒഴിക്കാം. തണുത്തതല്ലോ. അതെ, ഞാൻ തണുത്ത വെള്ളേ കഴിക്കാറുള്ളൂ. രാവിലെ പള്ളിയിൽ പോയോ? പള്ളി പാതിര കുർബാനയ്ക്ക് പോയി. 3 മണിക്കത്തെ കുർബാന. 3 മണിക്കത്തെ. അത് കഴിഞ്ഞ് പിന്നെ താമസം വന്നല്ലോ. 8 മണിയാകുമ്പോൾ വന്നേക്കാന്ന് പറഞ്ഞതായിരുന്നു. 5 മണിയായപ്പം കുർബാന തീർന്നു. പിന്നെ വീട്ടിലോട്ട് പോയിട്ടാണോ വന്നത്? ഇരുട്ടാർന്നു. കൊച്ചിനെയും തള്ളനെയും കൊണ്ട് വിടാൻ പോയി. കാവങ്കണ്ട ഷാപ്പിൽ വന്ന ഒരു 2 ഗ്ലാസ് കള്ളു അടിച്ചു. പനങ്കള്ളടിച്ചു. മലനീര്. എന്നാൽ നമുക്കിത് അടിക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പളിയനും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈശ്വരൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞാൻ നേരുന്നു. കുഞ്ഞാപ്പളിയന് നേരുന്നില്ലേ? ഞാനും എന്നെ കാണുന്ന എല്ലാ വ്യക്തികൾക്കും മംഗളങ്ങൾ നേരുന്നു.